കയറ്റിക്കൊണ്ടിട്ട് ചോദ്യം ചെയ്യും എവിടെയാണ്, എന്താണ് പേര്, ഐഡന്റിറ്റി കാർഡ് മുഴുവൻ ചോദിച്ചിട്ടേ പിന്നെ മുഴുവൻ. നേരെ മറിച്ച് കേരളത്തിന്റെ ഏത് തെരുവിൽ നിങ്ങൾ അന്തസ്സായിട്ട് നടന്നു നോക്കും, വല്ല കുഴപ്പമില്ല. എന്താ കാരണം? നമ്മുടെ ഈ അസ്തിത്വം എങ്ങനെ ഇതാണ് അസ്തിത്വം. ഒരു മുസ്ലിം താടി വെച്ച് നടന്നാൽ സംശയിക്കാന്ന് പറഞ്ഞാൽ, തലപ്പാവ് വെച്ച് നടന്നാൽ സംശയിക്കാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡൽഹിയിലോ അല്ലെങ്കിൽ ബോംബെയിലോ ട്രെയിൻ കയറി നോക്കും, താടി തലപ്പാവ് വെച്ച ഒരാളേക്ക് ഒന്നിങ്ങനെ നോക്കും, മുഴുവൻ ആളുകളും ഒരു പ്രത്യേക നോട്ടാണ്. ആ ഒരു വ്യതിരിക്തമായ അവസ്ഥ, നമ്മളെ വേറിട്ട് നോക്കുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി? ശരിക്കും എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വന്നു? ഒന്ന് ചിന്തിക്കും നിങ്ങൾ ഇരുന്നിട്ട്. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ എന്നുള്ള അവസ്ഥയാണ്. പടച്ച റബ്ബിന്റെ തൗഫീഖോടുകൂടി കേരളത്തിൽ അങ്ങനത്തെ ഒരു ഗതികേട് നമുക്കില്ല. എങ്ങനെ ഇല്ലാതായി? എത്ര വർഗീയ ലാളുകൾ ഉത്തരേന്ത്യയിൽ നടന്നു? നരേന്ദ്രമോദി ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നു തുടങ്ങി. ഗോത്ര സംഭവത്തിന്റെ പശ്ചാത്തലം, ഭീവണ്ടിയിൽ, ബഗൽപൂരിൽ എവിടെയൊക്കെ വർഗീയ കലാപങ്ങൾ ഉണ്ടായി? എന്തേ മുസ്ലിങ്ങൾക്ക് കിട്ടിയത്? കേരളത്തിൽ നിങ്ങൾ നമുക്കൊരു തലശ്ശേരി കലാപം പണ്ടുണ്ടായത് പലർക്കും അറിയാം. അവിടെ തന്നെ പിടിച്ചു നിർത്തി. മാത്രമല്ല, നഷ്ടപ്പെട്ടത് മുഴുവൻ പൊതുഖജനാവിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാക്കി. മാറാട് സംഭവം നടന്നപ്പോ അതൊരു വലിയ സംഭവമായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു പ്രദേശത്തെ 8-9 ആളുകൾ ഒന്നിച്ച് കൊലപ്പെടുത്താന്ന് പറഞ്ഞാൽ ആ സംഭവം നടന്നിട്ട് അത് വേറെ സ്ഥലത്തേക്ക് പടരാതെ നോക്കി. വേറൊരു സ്ഥലത്തേക്ക് അത് പടരാതെ നോക്കിയത് മാത്രമല്ല, അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണം കൊടുത്തവരെ തീറ്റാനും പോറ്റാനും നഷ്ടപരിഹാരം കൊടുത്ത കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ വീടിന് കേടുപാട് പറ്റിയതൊക്കെ നന്നാക്കാനും ഗവൺമെന്റിന് പൈസ കൊടുക്കാൻ കഴിയും. ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും വർഗീയ കലാപത്തിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് തിരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് വല്ല റിലീഫും കൊണ്ടുപോയി കൊടുക്കുക എന്നല്ലാതെ നരേന്ദ്രമോദിയുടെ റിലീഫ് ക്യാമ്പില് റിലീഫിന് വേണ്ടി പിരിപ്പിച്ച പണം പോലും മുസ്ലിങ്ങൾക്ക് മര്യാദ കൊടുത്തില്ല. അസ്തിത്വം എന്ന് പറയുന്ന നിലനിൽപ്പ് കേരളത്തിൽ പടച്ചറപ്പിന്റെ തൗഫീഖോട് കൂടി എവിടെ ഒരു കുഴപ്പമുണ്ടാക്കി നോക്കട്ടെ, അവിടെ നമുക്ക് ബലമായി പിടിച്ചു നിൽക്കാൻ കഴിയും. നിങ്ങൾ വിചാരിക്കുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണോ? അല്ല. ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളുടെ ചെറിയൊരു ശതമാനം കേരളത്തിലുണ്ട്. പെണ്ണുങ്ങളൊക്കെ ശരിക്കും മനസ്സിലായിക്കൂടി. ഒരു 17 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ 17 കോടി മുസ്ലിങ്ങളിൽ 16.25 കോടി മുസ്ലിങ്ങളും കേരളത്തിന്റെ പുറത്താണ്. 1 കോടി മുസ്ലിങ്ങൾ തേച്ച് കേരളത്തിലില്ല. 17 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ 1 കോടി കേരളത്തിലില്ല. 16 കോടിയിലധികം കേരളത്തിന്റെ പുറത്താണ്. മനസ്സിലാക്കണം. അപ്പൊ എത്ര കുറച്ചേ കേരളത്തിലുള്ളൂ. എന്നിട്ട് പോലും പടച്ച റബ്ബിന്റെ തൗഫീഖോട് കൂടി നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താ? അൽഹംദുലില്ലാഹ്, ഒരാളോടും കോടാതെ അന്തസ്സായിട്ട് ദീന് പറയാനും പ്രവർത്തിക്കാനും നമുക്ക് പറ്റുന്നുണ്ടല്ലോ. എന്താ കാരണം? നമ്മളൊന്ന് കെട്ടുറപ്പോടെ നിന്ന് നമുക്ക് ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. ഉത്തരേന്ത്യയിൽ ഒരുപാട് സ്ത്രീകൾ മാനഭംഗപ്പെടുത്തപ്പെടുമ്പോ കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ കടന്നു കയറി നമ്മൾ ആക്രമിക്കുന്ന ഒരു സംഭവം ഇല്ലല്ലോ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിങ്ങൾ കെട്ടുറപ്പിലാണെന്ന് ശത്രുക്കൾക്കറിയാം. 2, അത്ര അധികം ശത്രുക്കൾ ഇവിടെ ഇല്ല. കാരണം മുസ്ലിങ്ങൾ അത്യാവശ്യം മറ്റു സമുദായവുമായി കൂടിച്ചേർന്ന് ഒരുമിച്ച് ഒരു പൊതുസമൂഹമായി മാറിയിട്ടുണ്ട്. നമുക്ക് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം പൊതുസമൂഹത്തോട് ഇഴുകിച്ചേരാൻ കഴിയും. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആവട്ടെ, അതുപോലെ പണ്ടുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളാട്ടെ, ഇനിയിപ്പോ ഇടതുപക്ഷമാട്ടെ, ആരാവട്ടെ, നിയമസഭയിലും അതുപോലെ പഞ്ചായത്ത് മുതൽ നിയമസഭ മുതൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മുതലായ എല്ലാ മേഖലയിലും അതുപോലെ പൊതുദ്യോഗസ്ഥർക്കിടയിലും മുസ്ലിങ്ങൾ മൊത്തത്തിൽ കുറച്ച് ആളുകൾ അന്യ സമുദായങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഇസ്ലാം എന്താന്ന് ഏകദേശം ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊക്കെ മനസ്സിലായി. ആര് ഭീകരമാണ്, വർഗീയമാണ് നമ്മൾ ഹിന്ദുക്കളെ സമ്മതിക്കൂല. കേരളത്തിലെ ഹിന്ദുക്കളെ സമ്മതിക്കൂല. 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലുണ്ടായി. കേരളത്തിലെ കൂടുതലുള്ളത്, നോർത്ത് ഇന്ത്യയിൽ വളരെ കുറവല്ലേ. അപ്പൊ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് കുറച്ചുകൂടി സംവരണവും ജോലിയും സ്ഥിരതയും ഒക്കെ ഉള്ളത് കേരളത്തിലാണ്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോലും ഏത് ഓഫീസർ പോലും 100-ൽ 1 ഒരു മുസ്ലിം ഉണ്ടാവും. അങ്ങനത്തെ ഒരു മുസ്ലിമില്ല അവന്റെ ജീവിതവും നിലവാരവും പ്രവർത്തനമൊക്കെ മറ്റൊരു കാണുക. അതേസമയം നോർത്ത് ഇന്ത്യയിലല്ല, അവരൊക്കെ മുസ്ലിങ്ങൾ വേറെ താമസിക്കുന്ന ഗ്രാമങ്ങൾ തന്നെ പറയാം. ഇതൊരു ഗ്രാമമാണ്, അവിടെ മുഴുവൻ ഹിന്ദുക്കൾ. പിന്നെ കുറെ കഴിഞ്ഞ അപ്പുറത്തെ മുസ്ലിം ഗ്രാമം കാണും. ഈ മുസ്ലിമും ഹിന്ദുവും തമ്മിലൊരു ബന്ധമില്ല. അവിടെ തന്നെ മുസ്ലിം തീവ്രവാദിയെന്ന് അവരെ കേൾക്കുമ്പോൾ അവർ വിശ്വസിക്കണം തീവ്രവാദിയാണ് അവർ. അവർ അല്ലാഹു അക്ബർ എന്നാണ് വാഴെടുക്കണമെന്നതിന്റെ അർത്ഥം. അവർ പഠിക്കണം. അവർക്ക് അറിയില്ല നമ്മളെ കുറിച്ച്. അറിവില്ലായ്മ കൊണ്ട് വർഗീയത വളരുന്ന ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെ ആ കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവിടെ തെക്കൻ അധ്യാപകൻ ആദ്യകാലത്ത് നമ്മൾ വിദ്യാഭ്യാസം കുറവാണ്.
അപ്പൊ തെക്കുന്ന് വന്ന കുറെ അധ്യാപകർ അവിടെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ. അറിയോ? തെക്ക് നിന്ന് വന്ന അമുസ്ലിം അധ്യാപകരെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബഹുഭൂരിപക്ഷവും മലപ്പുറം ജില്ലയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു. അതെന്താ? ഈ ആൾക്കാർ സ്നേഹമുള്ള മനുഷ്യന്മാരെന്ന് മനസ്സിലാക്കി. സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. സയൻസ് ചാറ്റർജി നമ്മുടെ കലക്ടർ വന്നിരുന്നു. സയൻസ് ചാറ്റർജി എനിക്കറിയാം. ചാറ്റർജി നമ്മുടെ കലക്ടറായി നിൽക്കുന്ന സമയത്ത് കലക്ടറേറ്റിലെ ഒരു വിടവാങ്ങൽ പ്രസംഗം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി കൊടുത്ത ഒരു വിടവാങ്ങൽ. ആ വിടവാങ്ങൽ യോഗത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തു. എന്നെ കലക്ടറായി ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ ബീഹാറിലെയും മറ്റൊക്കെ എന്റെ സുഹൃത്തുക്കളുണ്ട്. അവരെന്നോട് പറഞ്ഞു, മലപ്പുറത്തേക്ക് പോകണ്ട, അരയിൽ കത്തി തിരികെ ഒരു പ്രത്യേക ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്നും രണ്ടും പറഞ്ഞാൽ പിന്നെ അവരെടുത്ത് കുത്തലായിരിക്കും പ്രശ്നം. അവിടെ കുഴപ്പമുണ്ടാക്കേണ്ട, അവരെ ഇഷ്ടത്തിനൊത്ത് നിന്നില്ലെങ്കിൽ ജീവൻ പോകുന്നു. ഞാൻ പേടിച്ചിട്ടാണെങ്കിൽ ഇവിടെ വന്നു. തുടരേണ്ടത് വന്നിട്ട് തീരുമാനിച്ചു. ഞാൻ വന്നു, ജോലി തുടങ്ങി. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്ര സ്നേഹം തന്ന ഒരു ജനങ്ങളെ, കാപ്പട്യമില്ലാത്തൊരു ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കേട്ടതല്ല ഇവിടെ കണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കുറിച്ച് കാണാനും പഠിക്കാനും അവസരം ഉണ്ടായപ്പോൾ മാറി. ഈ അവസരം ഉണ്ടായി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരതില്ല, വേറെ സ്ഥലത്ത് അതില്ല. കാരണം ഒരു കലക്ടർ വന്നാൽ കലക്ടറേക്ക് കുഞ്ഞാപ്പാജിക്കല്ലേ കലക്ടറേക്ക് പോകേണ്ട ആൾക്കാർ, അതുപോലെ ഇവരൊക്കെയല്ലേ കലക്ടറേക്ക് പോകേണ്ട ആൾക്കാർ. ഒരു ആവശ്യത്തിന് അപ്പൊ അവർ ചെന്ന് സംസാരിക്കുമ്പോൾ അവരെ കുറിച്ച് മനസ്സിലാവുമല്ലോ. ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഒരു കലക്ടറേക്ക് പോകാൻ ആരാ മുസ്ലിം ഉള്ളത്? അവരെവിടെ കലക്ടറേറ്റിൽ ചെല്ലുന്നു, അവരെവിടെ അവകാശം ചോദിക്കാൻ പോകുന്നു? ഇല്ല, അവർക്ക് അറിയില്ലല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചതാരാ? നമ്മുടെ രാഷ്ട്രീയ സംവിധാനം, മതബോധത്തിലൂടെയുള്ള രാഷ്ട്രീയ സംവിധാനം. രണ്ടിനെ കൂട്ടിച്ചേർത്ത് പറയാം. അപ്പൊ നമ്മളൊന്ന് ഒന്നിച്ച് നിന്നത് കൊണ്ട് നമുക്ക് കിട്ടിയ ഒന്നാമത്തെ ഗുണം അസ്തിത്വം. രണ്ടാമത്തെ ഗുണമോ? രണ്ടാമത്തെ നമ്മുടെ വ്യക്തിത്വം. വ്യക്തിത്വം എന്താ? മുസ്ലിങ്ങൾക്ക് അവന്റെ വ്യക്തിത്വം ഇസ്ലാം കൊണ്ടേ ഉണ്ടാവുന്നുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് വേണ്ടി ഒരുപാട് യുദ്ധം ചെയ്ത, യുദ്ധങ്ങളൊക്കെ ജയിച്ച് വിജയശ്രീലാളിതനായ ഒരു ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വരുമ്പോ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വലിയ യുദ്ധവിജയൊക്കെ മനുഷ്യനൊരുത്തുണ്ടാവുമല്ലോ മനസ്സിൽ. ഞാൻ നല്ലൊരു വിജയിയാണ്, ഞാൻ പിടിച്ചാൽ പിടി കിട്ടുന്നൊരു തോന്നൽ. പക്ഷെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഖാലിദ്, ഇന്നാ ഖൗമുൻ, നമ്മുടെ ജനങ്ങളാണ്. നിനക്കറിയോ, അസ്സലല്ലാഹു തആല ബിൽ ഇസ്ലാം, അല്ലാഹു നമ്മൾക്ക് തന്ന ഇസ്സത്ത് ഖാലിദേ ഇസ്ലാം കൊണ്ടാണ്. ഇസ്ലാം കൊണ്ടല്ലാതെ നമ്മൾ ഇസ്സത്ത് കൊതിച്ചാൽ പിന്നെ ഖാലിദേ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവില്ല, പടച്ചോൻ നമ്മളെ നിന്ദ്യരാക്കും എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. അപ്പൊ നമ്മുടെ ഇസ്സത്ത് ഇസ്ലാമുണ്ട്. ഇസ്ലാം പോയാൽ നമ്മൾ പോയി. ഇസ്ലാം പോകാനുള്ള പ്രവർത്തനം നമ്മൾ ഇന്ത്യയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് അടുത്ത കാലത്ത് വന്നാണ് ശരീഅത്ത് പ്രശ്നം. നിങ്ങൾക്കറിയാലോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെട്ട പാർലമെന്റ്, കോടതിയിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. പാർലമെന്റിലെ വിഷയം വന്നു. ഇന്ത്യയുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഒരു 10-20 കൊല്ലം മുമ്പുള്ള കഥ ചെറുപ്പക്കാർക്ക് അറിഞ്ഞോളന്നില്ല. നിങ്ങൾ ശരീഅത്ത് പ്രശ്നം കേട്ടിട്ടുണ്ടാവും. എന്താ ശരീഅത്ത് പ്രശ്നം? ഷാബാനു കേസ് എന്ന് പറഞ്ഞൊരു കേസ്, ഒരു വിവാഹമോചന കേസ്. ഇസ്ലാമിന് ഒരു കഥയിലെ നിയമമുണ്ട്. എങ്ങനെ വിവാഹം നടത്തണം, എങ്ങനെ വിവാഹമോചനം നടത്തണം എന്നതിന് ഇസ്ലാമിലുള്ള നിയമം ക്രോഡീകരിച്ചുകൊണ്ട് മുഹമ്മദ് ലോ എന്ന് പറഞ്ഞൊരു നിയമം, മുസ്ലിം പേഴ്സണൽ ആപ്ലിക്കേഷൻ ആക്ട്, മുസ്ലിം പേഴ്സണൽ ലോ, ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്, അത് ഇന്ത്യയിൽ നിലവിലുണ്ട്. ആ നിയമം അനുസരിച്ച് കോടതി വിധിക്കണം എന്നാണ്. ആ നിയമത്തിന് അപ്പുറത്തേക്ക് കോടതി പോകാൻ പാടില്ല. മുസ്ലിങ്ങളുടെ ഒരു വിവാഹമോചനം, സ്വത്തവകാശം, ഫസ്ക്, തൊലാക്ക്, ഖുൽഉ ഇങ്ങനെയുള്ള വിഷയം വന്നാൽ കോടതി എങ്ങനെ വിധിക്കേണ്ടതെന്ന് ഇവിടെ നിയമം ഉണ്ടാക്കി വെച്ചാൽ ആ നിയമം കോടതി വിധിക്കാൻ പാടുള്ളൂ. പുതിയ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. നിയമം ഉണ്ടാക്കേണ്ടത് പാർലമെന്റാണ്. വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മതാഅ് കൊടുക്കുന്ന വിഷയത്തെ കുറിച്ച് കോടതിക്ക് അഭിപ്രായം പറഞ്ഞു. അത് നിലവിലുള്ള ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിനെതിരെ. ആ നിയമം നിലവിൽ വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. പിന്നെ നമ്മുടെ ശരീഅത്തിന് ഒരു വില ഉണ്ടാവില്ല. എത്രത്തോളം? ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് തകർന്നാൽ നമ്മുടെ സ്വത്ത് വിഭജനത്തിന് വരെ പ്രശ്നം വരും. ഒരു വാപ്പ മരിച്ചാൽ മോൻ എത്ര കൊടുക്കണം, മോൾക്ക് എത്ര കൊടുക്കണം, ഭാര്യക്ക് എത്ര കൊടുക്കണം, ഇതിന് കണക്കുണ്ട്. അതാണ് ഫറായിദ്. ഇസ്ലാമിന്റെ ഫറായിദ് അനുസരിച്ച് നമ്മൾ സ്വത്ത് വിധിച്ചാൽ കോടതിക്ക് അത് സ്വീകാര്യമാണ്. ഇന്ത്യയിൽ പല ജാതി മതക്കാരുണ്ട്. എല്ലാവരും സ്വത്ത് വിഭജനം ഒരുപോലെയല്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചൊരു സ്വത്ത് വിഭജനം ഉണ്ട്. അതിനനുസരിച്ച് സ്വത്ത് ഭാഗിക്കാൻ ഹറാമ് തിന്നേണ്ടി വരും.
ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഇന്ത്യയിൽ എതിർക്കപ്പെട്ടാൽ, ആ ശരീഅത്തിന്റെ നിയമം പോയാൽ, നിങ്ങളെ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഒരു മകൻ കോടതി പോയി, അവൻ പറഞ്ഞു എനിക്ക് ഇത്ര കിട്ടിയാൽ പോലെ, എനിക്ക് ഇത്ര കിട്ടണമെന്ന് വാദിച്ചു. അത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിയമപ്രകാരം വീതിച്ചു കൊടുത്തേക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇസ്ലാമിക സ്വത്ത് വിഭജനത്തിൽ. അവൻ പറഞ്ഞു അത്ര പോരാ. അവൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു പെണ്ണ് പോയി കോടതി, ഈ പെണ്ണ് കോടതി പോയിട്ട് പറഞ്ഞു എനിക്ക് പകുതി സ്വത്ത് എന്റെ ആങ്ങളെ അപേക്ഷിച്ച് കിട്ടിയിട്ടുള്ളൂ, ആങ്ങളൊക്കെ ഇരട്ടി കൊടുക്കുമ്പോൾ എനിക്ക് പകുതിയാ തന്നത്. ഖുർആൻ പറഞ്ഞതാണ്, ആങ്ങളൊക്കെ ഇരട്ടി കൊടുക്കുമ്പോൾ എനിക്ക് പകുതിയുള്ളത്. പെണ്ണ് പറഞ്ഞു എനിക്ക് ഫുള്ള് കിട്ടണം.